ഹലോ, ഇൻസ്റ്റയിൽ ട്രെൻഡിങ്ങിലിരിക്കുന്ന ഈ ഒരു വീഡിയോ ഞാനും ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും ഇതിൻ്റെ പ്രോംപ്റ്റ് ഓൾറെഡി ഞാൻ കമൻറ്റായിട്ട് തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതാണ് ആ ഒരു പ്രോംപ്റ്റ്. ഈ ഒരു പ്രോംപ്റ്റിൽ ചെറിയൊരു ഡിഫറൻസ് വരുത്തി കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ ബർത്ത് ഇയർ പ്ലസ് നമ്മുടെ ഏജും കൂടി വരുന്ന ഒരു ബർത്ത്ഡേ കേക്കൊക്കെ ഉള്ളൊരു അടിപൊളി ഫോട്ടോയാണ്. മറ്റേത് ഈ ഒരു ബർത്ത് ഇയറോ ഏജോ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു ഫോട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ചെയ്യാൻ വേണ്ടിയിട്ട് ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആസ്ക് ജെമിനി എന്നുള്ളതിൻ്റെ താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാം. അതിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങളുടെ റീസെൻറ്റ് ഫോട്ടോയും ചൈൽഡ്ഹുഡ് ഫോട്ടോയും സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഈ ഒരു ഫോട്ടോസിൻ്റെ താഴെ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ വാട്സപ്പിൽ ഒരു പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്നും കോപ്പി ചെയ്ത് ഈ ഒരു ജെമിനി ആപ്പിൽ വന്നിട്ട് ആ ഒരു ഫോട്ടോസിൻ്റെ താഴെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫോട്ടോ എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഈ സെയിം പ്രോംപ്റ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഫോട്ടോയാട്ടോ മുകളിലുള്ളത്. ഇനി ഇത് റൈറ്റ് സൈഡിൽ താഴെ സേവ് എന്ന് പറഞ്ഞിട്ടൊരു ആരോ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വി എൻ ആപ്പാണ്. വി എൻ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനിവിടെ 2 ഫോട്ടോസും സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഇൻ്റർഫേസിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ മ്യൂസിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓൾറെഡി ഞാനൊരു ഇൻസ്റ്റാ റീലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് അറിയാത്തവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു ട്യൂട്ടോറിയലായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മ്യൂസിക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 19 സെക്കൻഡാണ്. ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു 2 ഫോട്ടോസിൻ്റെ ലെങ്ത്ത് കൂട്ടിയാലും 19 സെക്കൻഡ് ആവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 ഫോട്ടോസിൻ്റെ ലെങ്ത്ത് ഡ്രാഗ് ചെയ്ത് ഞാൻ കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മ്യൂസിക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. മ്യൂസിക് ഇപ്പോൾ ആഡ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടെക്സ്റ്റാണ്. അത് മലയാളത്തിലാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടി എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആഡ് ഹെഡിങ് എന്ന് വരും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മംഗ്ലീഷ് കീബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതാരാ എന്നുള്ളത് മംഗ്ലീഷിൽ എഴുതി കൊടുക്കുന്നത്. മംഗ്ലീഷിൽ എഴുതുന്ന ടൈമിൽ അവിടെ മലയാളത്തിൽ ഇതാരാന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ അതങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫോൺ സ്റ്റൈലും ഫോൺ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോൺ കളർ ബ്ലാക്കും ഫോൺ സ്റ്റൈൽ കുറച്ച് ബോൾഡാക്കി തോന്നിക്കുന്ന ഒരു ഫോൺ സ്റ്റൈലാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ആ ഒരു ചൈൽഡ്ഹുഡ് ഫോട്ടോയുടെ മുകളിലായിട്ട് ഇതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇതാരാ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിന് എത്രത്തോളം ലെങ്ത്ത് വേണോ അവിടെ കൊണ്ടുവന്ന് നമ്മുടെ കഴ്സർ വയ്ക്കുക. ദെൻ ആ ഒരു ടെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കി പോർഷൻ നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു കട്ട് ചെയ്ത കറക്റ്റ് ഭാഗത്ത് വെച്ചിട്ട് തന്നെ വേണം അടുത്ത ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതും ഇതുപോലെ തന്നെ നമുക്ക് എന്താണോ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കിട്ടേണ്ടത് അത് മംഗ്ലീഷ് കീബോർഡ് യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നീ തന്നെയാടാ ഞാനും എന്നുള്ളതാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എക്സ്ട്രാ ഒരു സ്മൈലിംഗ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ ഫോൺ കളർ ബ്ലാക്കും ഫോൺ സ്റ്റൈല് കുറച്ച് ബോൾഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റീസെൻറ്റ് ഫോട്ടോയുടെ മുകളിൽ ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവെക്കുന്നുണ്ട്.
പിന്നെ ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം ലെങ്ത്തിലാണ് നമുക്ക് കാണേണ്ടത്, അതായത് വീഡിയോയിൽ എത്ര നേരമാണോ ഈ ഒരു ടെക്സ്റ്റ് കാണേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ബാക്കി പോർഷൻ ഡിലീറ്റ് ആക്കി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ടെക്സ്റ്റുകളും ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ 8 ടെക്സ്റ്റുകളാണ് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് മംഗ്ലീഷ് കീബോർഡാണ്. നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്പാണത്. പിന്നെ നമ്മൾ ഓരോ ടെക്സ്റ്റിനും ഡിഫറെൻറ്റ് ലെങ്ത്തിലാണ് വരുന്നത്. ഫസ്റ്റ് ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് താൻ ആരാ എന്നുള്ള ചെറിയൊരു ടെക്സ്റ്റാണ്. സോ അതിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയാം. പിന്നെ ലെങ്ത്ത് കൂടിയ പോർഷൻസ് ആകുമ്പോൾ വ്യൂവേഴ്സിന് അത് വായിക്കാൻ ഉള്ളൊരു ടൈം കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ മനസ്സിൽ വായിച്ചാൽ മതി. നീ തന്നെയാടാ ഞാനും എന്ന് നമ്മൾ ഒരു സ്ലോയിൽ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഓരോ ടെക്സ്റ്റും ഓരോരുത്തർക്ക് വായിക്കാൻ വേണ്ട ഒരു ടൈം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എല്ലാ ടെക്സ്റ്റിൻ്റെ ലെങ്ത്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്ന ടെക്സ്റ്റാണ് കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു 2026 എന്നുള്ളത് വന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ലൈൻ വിട്ടിട്ട് ഒന്ന് കൊടുക്കാം കേട്ടോ. ഈ കാണുന്ന രീതിയിൽ ജസ്റ്റ് ആ ഒരു സെൻറ്റൻസിൻ്റെ ഇടയിൽ 2026 വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് മറഞ്ഞു പോകരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ 8 ടെക്സ്റ്റുകളും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തൊട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ കണ്ടു നോക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ആ ഒരു ടെക്സ്റ്റുകൾ വായിച്ച് നോക്കാം. എല്ലാ ടെക്സ്റ്റുകളും നമുക്ക് വായിക്കാനുള്ള ആ ഒരു ടൈം ഗ്യാപ്പ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ 2 ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഫോട്ടോസോ 3 ഫോട്ടോസോ അല്ലെങ്കിൽ ഒറ്റ ഫോട്ടോസ് മാത്രമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഫോട്ടോസ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ ഫോട്ടോ വരുന്ന ഒരു ഭാഗത്ത് ചെറിയൊരു എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ആവുന്നതോ അല്ലെങ്കിൽ സൂമിനോ സൂം ഔട്ടോ ഒക്കെ ആവുന്നത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് എക്സ്പാൻഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇതേ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലിങ്ക് ആവുന്ന പോലെ ഫീൽ ചെയ്യും. അത് 2 ഫോട്ടോസ് കൊടുത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒറ്റ ഫോട്ടോസ് ആണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഡയലോഗിൻ്റെ ഇടയിലായിട്ടും കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഞാൻ 4Kയിൽ 50 FPS എക്സ്പോർട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ 4K റെസൊല്യൂഷനിലുള്ള ഒരു അടിപൊളി വീഡിയോ സേവ് ആയിട്ടുണ്ടാവും. കണ്ടോക്കിയാലോ. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ 1994 എന്നുള്ള എൻ്റെ ബർത്ത് ഇയറിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ബർത്ത് ഇയറും 32 എന്നുള്ള എൻ്റെ ഏജിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ബർത്ത് ഡേറ്റും കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഈ ഒരു പ്രോംപ്റ്റിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏജോ ബർത്ത് ഇയറോ ഒന്നും മറ്റുള്ളവരെ അറിയിക്കാത്ത രീതിയിൽ നമുക്ക് ഫോട്ടോ ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് ഈ ഒരു പ്രോംപ്റ്റിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഏജോ ബർത്ത് ഇയറോ ഒന്നും കാണിക്കാത്ത നല്ല ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.